എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുക്കത്ത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അതായത് കോഴിക്കോട് മുക്കത്ത് സങ്കേതം എന്ന് പറയുന്നൊരു ഹോട്ടൽ വരുന്നു. ഈ ഹോട്ടലിലെ ഉടമ ഇച്ചിരി പ്രായമായ ഒരു നാറിയാണ്. ഈ നാറി അവിടെ കുറച്ച് ആളുകളെയൊക്കെ ജോലിക്ക് എടുക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും ജോലിക്ക് എടുക്കുന്നു. ഈ പെൺകുട്ടിയോട് ഇയാൾ ആദ്യം അച്ഛൻ്റെ വാത്സല്യത്തോടെ മോളെ പൊന്നെ ചക്കര എന്നുള്ള കാര്യങ്ങളിലൊക്കെ മിണ്ടുന്നു. ആ കുട്ടിയും ഇദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ കാണുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ചില അശ്ലീല മെസ്സേജുകൾ അയച്ച് ഇയാളൊന്ന് വലയിലാക്കാൻ ശ്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ കുട്ടി അയാളോട് തിരിച്ച് കാര്യങ്ങൾ പറയുന്നു, ഞാനിത് ഇയാളുടെ ഭാര്യ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇയാൾ ഭീഷണിയുടെ സ്വരമായി. അങ്ങനെ ഒരു ദിവസത്തെ ഈ കുട്ടി താമസിക്കുന്നത് 3 പേരുള്ള ഒരു റൂമിലാണ്. 2 സ്ത്രീകളുടെ കൂടെയാണ് ഈ കുട്ടി താമസിക്കുന്നത്. ഈ 2 പേര് ഇല്ലാത്ത സമയത്ത് ഇയാൾ മറ്റ് 2 പേരെയും കൂടെ വിളിച്ചിട്ട്, അതായത് ഇയാളുടെ പേര് ദേവദാസ്, ഈ ഉടമയുടെ പേര്, അയാളും സുരേഷ് റിയാസ് എന്ന് പറയുന്ന 3 പേര് ഈ കുട്ടിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഈ കുട്ടി മൊബൈലിൽ പബ്ജി പോലത്തെ എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ഇവരെ കണ്ട ഉടനെ ഭയപ്പെട്ട് ഈ കുട്ടി സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ക്യാമറ എങ്ങനെയോ കൈതട്ടി ഓണാവുന്നു. ക്യാമറയിൽ അവിടെ നടക്കുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളും എല്ലാം പതിയുന്നു. അതിനകത്ത് ഈ കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതിനകത്ത് ഈ ഹോട്ടലുടമയായ നാറി പറയുന്നൊരു സാധനമുണ്ട്, കരയല്ലേ, നിൻ്റെ മാനം പോവും, അങ്കിളാണ്, നിൻ്റെ മാനം പോകുന്നു. എടാ ഇവനെ എന്ത് ചെയ്യണമെന്നറിയും? ഇവനെ തലകീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിട്ട് അടിച്ച് പൊട്ടിച്ച് മുളക് പൊടി വാരിയിടണം. ഏതായാലും നിങ്ങൾ കേട്ടോ ആ വീഡിയോ ഞാൻ കേൾപ്പിക്കാം. അങ്കിളാണ്, പേടിക്കണ്ട. ഒച്ച ഉണ്ടാക്കിയ നിൻ്റെ മാനം പോകും. ആ കുട്ടിയുടെ അലറലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിനകത്തൊരു ബേസിക് സംഭവം, ഈ ചാനലുകാരും പോലീസുകാരും ഉൾപ്പെടെ ഈ കുട്ടിയെ പ്രശ്നത്തിലായി നിൽക്കുമ്പോൾ ഇയാളെ സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് നോക്കുന്നത്. അതിനുള്ള കാരണം, ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ഫോട്ടോ ഈ ചാനലിൽ എവിടുന്നേലും ഒപ്പിക്കേണ്ടതാണ്. ഇവൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല. ഈ 3 പേരുടെ ഫോട്ടോ കിട്ടിയത് തീരെ ക്ലിയർ അല്ലാത്ത, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന പോലത്തെ ബ്ലറായിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം ഈ നാറിയുടെ. അതിനുശേഷം ഈ ഹോട്ടലിൻ്റെ പേര് പല പ്രമുഖ ചാനലുകളും പറയുന്നില്ല. ഈ ഹോട്ടലിൻ്റെ പടം ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത്. സങ്കേതം ഹോട്ടൽ ഭയങ്കര ബ്ലറായിട്ട് കാണിക്കുന്നത്. എന്തിനാ? ഈ മുതലാളിക്ക് ജീവിക്കണ്ടേ? മുതലാളിയുടെ ആ ഒരു പേരും പ്രൗഢിയും കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മുതലാളിയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടൽ ഞാൻ കൊടുക്കാം, ഇവിടെ ഹോട്ടലിൻ്റെ പടം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ വെബ്സൈറ്റിലോട്ട് കയറി നോക്കുകയാണെങ്കിൽ ഇവന്മാരുടെ വെബ്സൈറ്റ് നല്ല ഉഠായിപ്പ് സാധനം. ആ വെബ്സൈറ്റിനകത്ത് കുറേ കാര്യങ്ങളും കുന്തം കുടച്ചക്രമൊക്കെ പറയുന്നുണ്ട്. കംഫർട്ട് വിത്ത് സങ്കേതം എന്ന് പറയുന്നുണ്ട്. എന്ത് കംഫർട്ടാടാ? എന്ത് കംഫർട്ടാണ് നിൻ്റെ ഹോട്ടലിൽ കൊടുക്കുന്നത്? സ്ത്രീജനങ്ങൾക്ക് എന്ത് ഉറപ്പാണ് കൊടുക്കുന്നത്? ഇത് പുരുഷന്മാരെ ഏത് തരത്തിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അവിടെ താമസിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോഴത്തേനും ഈ കോപ്പിലെ ഹോട്ടലിൽ നിങ്ങൾ കയറി താമസിക്കില്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോഴത്തേനും ഇവന്മാരുടെ ഇതുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ തന്നെ കിടന്നിറങ്ങും, ആ വെബ്സൈറ്റിൽ തന്നെ കിടന്നിറങ്ങും. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേജിലോട്ട് അത് റീഡയറക്റ്റ് ആവില്ല. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പായിട്ട് തോന്നുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ പുറത്ത് വരുമ്പോഴത്തേനും ഈ കുട്ടിയുടെ അലറലും മുറവിളിയും ഒക്കെ പുറത്തു വന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും പുറം ലോകത്തിലും ചർച്ചയായി. ആ ഒരു സാഹചര്യത്തിൽ ഇവനെ പിടിക്കേണ്ടതായി വന്നു പോലീസിന്. ഇവനെ പിടിച്ചതല്ല, പിടിക്കാൻ നിർബന്ധിതരായി പിടിച്ചു. ഇവനെ പിടിച്ചതെന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് വെച്ചിട്ട് ഇവനെ ബസ്സിൽ വെച്ചിട്ടാണ് പിടിക്കുന്നത്. ഇനി നമുക്കിവനെ പിടിച്ച വാർത്തയൊന്ന് കാണാം. ലോഡ്ജിലെ പീഡന ശ്രമക്കേസിൽ ലോഡ്ജ് ഉടമ ദേവദാസ് കുന്നംകുളത്ത് പിടിയിൽ. അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. FIR ഇട്ടപ്പോൾ യുവതിയുടെ മൊഴി തിരുത്തി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. അതായത് ഈ യുവതിക്കെതിരെ, അതായത് ഈ യുവതി മോശമാണെന്നുള്ള തരത്തിൽ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നു. അത് ഒന്ന്. രണ്ടാമത്തത്, ഇവന് എതിരെ, അതായത് ഈ കുട്ടി 3 തവണ മൊഴി കൊടുത്തു. ഹോട്ടലിൻ്റെ മേളിൽ നിന്ന് ഈ കുട്ടി പ്രാണരക്ഷാർത്ഥം എടുത്ത് ചാടിയെന്ന്. പക്ഷേ FIR വന്നപ്പോഴത്തേനും കാൽവഴുതി വീണെന്നായിപ്പോയി. ഇനി ബാക്കി കേൾക്കാം. ഇന്നലെ
ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു. തുടർന്ന് മാധ്യമങ്ങളിലേക്കും ഈ ദൃശ്യങ്ങൾ എത്തി. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയെ ഈ ലോഡ്ജ് ഉടമയും സഹായികളും ചേർന്ന് ഉപദ്രവിക്കാൻ എത്തുമ്പോഴുള്ള വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കരച്ചിൽ, അതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ മുതൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു, ഇയാൾ എവിടെ എന്ന ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് ദേവദാസ് പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് കുടുംബത്തിന് ഇക്കാര്യത്തിൽ വലിയ പരാതികളുണ്ടല്ലോ, എന്താണ് അവരുടെ പരാതിക്ക് അടിസ്ഥാനം? ഈ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. കാരണം അവർ പോലീസിൽ കയറുന്നു, പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് കയറിയിട്ടും യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാകുന്നില്ല. ആ സാഹചര്യത്തിൽ ഇവർ നിർബന്ധിതമാകുന്നു. ഇവരുടെ കുടുംബത്തിലുള്ളൊരു കുട്ടിയെ ഒരുത്തൻ ശാരീരികമായി ഉപദ്രവിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കേണ്ട തരത്തിലേക്ക് പോകുന്നു. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. തീർച്ചയായും വലിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ ഈ പരാതി പോലീസിനോട് പറഞ്ഞിട്ട് അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാന കാര്യം. 3 തവണയായി പോലീസ് ഇതിനകം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ആവർത്തിച്ച് മൊഴി രേഖപ്പെടുത്തുന്നതല്ലാതെ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നില്ല എന്ന ഒരു വലിയ ദുഃഖമാണ് അവർ പങ്കുവച്ചത്. ഈ യുവതിയുടെ ഒരു ബന്ധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. കേട്ടോ. പോലീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. ഇന്ന് ഇത്രത്തോളം ഒരു വീഡിയോ പോലും പുറത്തു പോയിട്ടും ഇതുപോലുള്ള എത്രയോ തെളിവുകൾ വീണ്ടും പോലീസിന് ഹാജരാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽ തെളിവും എല്ലാം ഹാജരാക്കാൻ പറ്റും. എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിൽ തപ്പുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് തവണ എന്തൊക്കെയോ ദുരൂഹത ആൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ സൂചന, നമുക്ക് കിട്ടുന്ന സൂചന. അതുപോലെ തന്നെ പോലീസ് ഇത്രത്തോളം ഗൗരവമായ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഇത് നമ്മുടെ ഭാഗത്തുണ്ട്. അതായത് ഈ വീഡിയോ ഇന്നലെ വന്നത് കേട്ടോ. ഈ ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ ഇന്നാണ് യവനെ പിടിക്കുന്നത്. യവനെ പിടിക്കാനുള്ള കാര്യം ഇത് ഭയങ്കരമായിട്ട് പോലീസിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തലത്തിലായതുകൊണ്ട് മാത്രം അവനെ പിടിക്കാൻ നിർബന്ധിതമായത്. അവനെ പിടിച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല, അവനെ പിടിക്കേണ്ടി വന്നതുകൊണ്ട് പിടിച്ചതാ, അല്ലെങ്കിൽ പിടിക്കത്തൊന്നുമില്ലായിരുന്നു. കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3 മൊഴികൾ എടുത്തിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം എടുത്തു, ഇന്നും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടി അതിനകത്ത് പറഞ്ഞത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ FIR പോലും അവർ കാണിച്ചിട്ടുള്ളത് ഒരു ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും 4 ദിവസമായിട്ടും പ്രതിയെ കുറിച്ച് ഒരു സൂചന ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചില സംശയപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ വീണു എന്നുള്ള രീതിയിലാണ് FIR ബാൽക്കണിയിൽ വീണുന്നാണത്. ശരിക്കും അവൾ 3 തവണ മൊഴി കൊടുത്തിട്ടുള്ളത് പ്രാണക്ഷാപം ചാടിയെന്നാണ്. ആദ്യതാണ് വന്നപ്പോഴും അല്ലെ, പിന്നെ പോലീസ് വന്നപ്പോഴും ഒക്കെ ഈ രീതിയിൽ തന്നെ. പക്ഷേ FIR ഉള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണുന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെടും നമ്മുടെ കുട്ടി ചെയ്തോളാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അല്ലാതെ പോസിറ്റീവായിട്ട് ഇതുവരെയായിട്ട് 4 ദിവസമായിട്ടും ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുണ്ടാക്കില്ല. അത് ഖേദമാണ്, വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടുംബം പറയുന്നത് ശരിയാണെങ്കിൽ ഇവൻ്റെയൊക്കെ മേലിലുള്ള കുറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇവനൊക്കെ കിട്ടുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീണു എന്നതാക്കിയത്. ചാടിയെന്ന് ഇവന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം ചാടി എന്ന് പറയുന്നതും അവിടുന്ന് കാൽവഴുതി വീണു എന്ന് പറയുന്നതും വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇത് മാത്രമല്ല, നമുക്ക് ബാക്കി കേൾക്കാം. ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ആളുകളുടെ കാര്യത്തിലൊക്കെയാണ്. ഇയാൾ ഇന്നലെ ഒരു രാഹുൽ, ഇയാളുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്ന് പറഞ്ഞ ആൾ എന്റെ സഹോദരി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മുടെ ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും അതിനെ കൂടെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല. നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിലും, മുകളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും വരുന്ന ദിവസങ്ങളിൽ. അതായത് ഇവൻ ഇവൻ ഒളിവി നിൽക്കുന്ന സമയത്ത് ഇവന് വേണ്ടി സ്വാധീനിക്കാൻ ആൾ നിൽക്കുന്നു. അത് മാത്രമല്ല, ഇതിന് മുമ്പ് നമ്മൾ കണ്ട വീഡിയോയിൽ, തൊട്ട് മുമ്പ് കണ്ട വീഡിയോയിൽ പറയുന്ന കേട്ടോ, പോലീസിനോട് ചോദിക്കുമ്പോഴത്തേനും പോലീസ് പറയുന്ന നമ്മുടെ പണി ചെയ്യാൻ അമ്മക്കറിയാം, നീയൊക്കെ കൂടുതൽ ഉണ്ടാക്കണ്ടെന്ന്. അതായത് ഇവരുടെ കുടുംബത്തിലെ ഒരു കുട്ടി വല്ലവൻ്റെയും അതിക്രമത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ മീൻസ് ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, എന്തോ സംതിങ് ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ചാടി ആ കുട്ടി വയ്യാതെ ആശുപത്രി കിടക്കുന്നു. ആ കുടുംബത്തിൻ്റെ വേദന ആക്കാതെ ഇവനൊക്കെ സംസാരിക്കുകയാണ്, ഞങ്ങളുടെ പണി ചെയ്യാൻ ഞങ്ങൾക്കറിയാം, കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിച്ചാൽ വരണ്ട. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും ഈ പോലീസ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രാഹുൽ എന്ന് പറയുന്ന ഒരുത്തൻ പേടിപ്പിക്കാൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടോ വിളിച്ചു. എന്തുകൊണ്ട് അവനെ ട്രാക്ക് ചെയ്ത് പോയിട്ട് ഈ വിളിച്ചവനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല? അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സാധാരണക്കാരനൊരുത്തൻ, ഇപ്പോൾ സാധാരണക്കാരനും പണക്കാരനും രണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. ഒരു സാധാരണക്കാരനൊരുത്തനാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ
അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് അവനെ കിട്ടും, അവൻ CCTV-യിൽ കിട്ടും. പക്ഷേ കാശുകാരനാണെങ്കിൽ അവൻ്റെ ഫോണും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവനെ CCTV-യിലും കിട്ടത്തില്ല, അവനെ ആരും കണ്ടിട്ടില്ല, അവൻ വാനിഷിങ് ദ ബ്യൂട്ടിയാണ്, അവൻ്റെ പടവും പുറത്ത് വരത്തില്ല, ഒന്നും വരത്തില്ല. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിനകത്ത് നമ്മൾ പറയുന്ന പോലെ പോലീസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് അണ്ണന്മാർ പറയും ഇന്നവനെ പിടിക്കണോ, പിടിച്ചോ, ഇന്നവനെ പിടിക്കണ്ടേ, പിടിക്കണ്ട, അവൻ ജാമ്യം എടുക്കട്ടെ, ജാമ്യം എടുത്തിട്ട് നമുക്ക് പിടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കേരളത്തിൽ എന്തൊക്കെയാണ് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ നാറികളെ പോലീസ് പിടിക്കട്ടെ. പിടിക്കുക മാത്രമല്ല, ശരിയായ ശിക്ഷ ഇവനൊക്കെ കിട്ടട്ടെ. ആ കുട്ടി എത്രയും പെട്ടെന്ന് റിക്കവറായിട്ട് വരട്ടെ. ആ കുട്ടിക്ക് ശരിയായ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവർ, അവന് ഈ ഹോട്ടൽ ഉടമയ്ക്കും കൂടുള്ള ഈ 2 നാറുകൾക്ക്, മൊത്തം ഈ 3 ചെറ്റുകൾക്ക് എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.